ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യാരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി മള്ളിയൂർ വാഴും തിരുമേനി പാദം. ഓം ശ്രീ അമൃതാനന്ദമയൈ ദേവ്യൈ നമഃ. ഓം ശ്രീ അമൃതാനന്ദമയി ദേവ്യൈ നമഃ. ഓം ശ്രീ അമൃതാനന്ദമയി ദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. നമസ്കാരം. ലോകഗുരുവായ അമ്മ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വിവിധ ജീവിത ലീലകൾ, അവതാരമൂർത്തികൾ ലീലകൾ ആടുകയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുക. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് അമ്മയുടെ ഭക്തജനങ്ങൾ, ഭാഗവത കുടുംബത്തിലെ അംഗങ്ങൾ, വിശ്വാസികൾ പരമമായ ആ സത്യത്തെ തിരിച്ചറിയുന്നു. അമ്മയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയും അമ്മയുടെ മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ആദരണീയനായ സംപൂജ്യനായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ അമ്മ കൂടെയുണ്ട് എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഓരോ അധ്യായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എത്ര വാഴ്ത്തിയാലും അധികമല്ലാത്ത, എത്ര പറഞ്ഞാലും അധികമല്ലാത്ത സുന്ദരമായ അനിർവചനീയമായ ഭാഷയിൽ സ്വാമിജി അമ്മയെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്തർക്ക് കൂടുതൽ ഭക്തി വളർത്തുന്നതിനും അമ്മയിലെ ആ ഗുരു സന്ദേശം മനസ്സിലാക്കുന്നതിനും ഇടയാക്കാൻ സാധിച്ചു എന്ന് ധാരാളം പേർ അറിയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ആ പുസ്തകം നമ്മളെല്ലാവരും വായിക്കേണ്ടുന്ന ഒന്നാണ്. അതിലെ അധ്യായവും അമ്മയുടെ ജീവചരിത്രം 3 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് അമൃതം ഗമയ എന്ന പുസ്തകമാണ്. 2ാം ഭാഗവും അമൃതം ഗമയയാണ്. 3ാം ഭാഗം ഓമന മക്കളെ ഉണരൂ എന്ന ഗ്രന്ഥമാണ്. നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങളൊക്കെ പഠിക്കുന്നതിനും അറിയുന്നതിനും അനുഭവിക്കുന്നതിനും തുല്യമാണ് ഗുരുക്കന്മാരുടെ ചരിതങ്ങൾ വായിക്കുക. എന്താ കാരണം? എല്ലാ ഈശ്വരന്മാർക്കും ഗുരു ഉണ്ട്. വിശ്വാമിത്രനും വസിഷ്ഠനും അഗസ്ത്യനും ഇല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനില്ല. ഗർഗമുനിയും സാന്ദീപനി ഗുരുനാഥനും ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്ന പുണ്യം വളരെ വലുതാണ്. സാലോക്യം എന്നാണ് പറയുന്നത്. ആ ധർമ്മത്തെ പാലിച്ച, അറിഞ്ഞ, അനുഭവിച്ച, അവർ കാട്ടിത്തന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക. ജീവിത വിജയത്തിന് അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്, അനുപേക്ഷണീയമാണ്. അമ്മയുടെ ചരിതം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, മഹാകവി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് അമ്മയുടെ തൃപ്പാദങ്ങളിൽ വന്ന, അമ്മയുടെ പാദങ്ങളിൽ വിലയം പ്രാപിച്ചതിൻ്റെ സമാധി വാർഷികം കൂടിയാണ്. 1989 ആ സമാധി നടന്നത്. അമ്മയെ സാക്ഷാൽ ജഗദംബികയായി കണ്ടുകൊണ്ട്
ആ പാദത്തിൽ ലയിക്കുകയായിരുന്നു ഗുരുവായൂരപ്പ ഭക്തനായ ഓട്ടൂർ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് നമസ്കാരം അർപ്പിക്കാം. ആ ജീവിത വീക്ഷണം ഈശ്വരീയമായ ചിന്തയിൽ ആശ്രമത്തിൽ സ്മരിച്ചത് ബ്രഹ്മചാരി ശിഷ്യൻ നമ്മുടെ പൂക്കാട്ടുപടി സജീവൻ്റെ ആ സ്മരണയിലെത്തിക്കുകയും സജീവൻ നമുക്ക് അയച്ചു തന്നത് നമ്മളിപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, സപ്തമിയാണ്, വിശാഖം നക്ഷത്രമാണ്. ദേവി ഭാവത്തിൽ ചൊവ്വാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ്. വിവേകാനന്ദ സ്വാമിജിയെ ദേവിയെ കാണിച്ചു കൊടുക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ചൊവ്വാഴ്ച രാത്രിയാണ്, മംഗളവാരമാണ്. വളരെ ശ്രേഷ്ഠമായ ഈ ദിവസം അമ്മയുടെ തത്വങ്ങളെക്കുറിച്ച് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ ഒരു അധ്യായം വായിച്ചുകൊണ്ട് അമൃതം ഗമയിലേക്ക് നമുക്ക് കിടക്കാം. ഒട്ടേറെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓരോ അധ്യായത്തെക്കുറിച്ചും വളരെ ഗഹനമായ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഒരു ഉൾപ്പുളകമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ വരികൾ എന്നറിയിക്കുകയുണ്ടായി. അവരുടെ എല്ലാം ഉള്ളിൽ അമ്മയും ഈശ്വരനും വസിക്കുന്നത് കൊണ്ടാണ് അവർക്കങ്ങനെ തോന്നിയത് എന്നുകൂടി അറിയിക്കുകയാണ്. ഈശ്വരൻ്റെ ഇന്ദ്രജാലം എന്ന പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ ഒരു അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. ഈശ്വര പൂജയുടെ പ്രസക്തി എന്ത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. നാം ഈശ്വര പൂജ ചെയ്യുന്നതോ ഈശ്വര ആരാധന ചെയ്യുന്നതോ ഒന്നും ഈശ്വരന് വേണ്ടിയല്ല. ഈശ്വര വിശ്വാസം നമ്മെ നന്മയിലേക്ക് നയിക്കാനാണ്. മനുഷ്യൻ്റെ തലത്തിൽ നിന്നും ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയർത്താനാണ്. നമ്മിലെ ഈശ്വരീയ ഗുണങ്ങളെ ഉണർത്താനാണ്. ഈശ്വരനെ അങ്ങ് അകലെ ആകാശത്തിനും അപ്പുറത്ത് നക്ഷത്രമണ്ഡലങ്ങൾക്കും അപ്പുറത്ത് മാറ്റി നിർത്തുകയാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ഭാരതത്തിലെ ഋഷീശ്വരന്മാരാണ് ആദ്യമായി ലോകത്തോട് പ്രഖ്യാപിച്ചത് ഈശ്വരൻ അങ്ങ് അകലെയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? അതാണ് ഈശ്വരൻ. അരൂപനായ ഈശ്വരൻ എവിടെയും നിറഞ്ഞിരിക്കുന്നു. എവിടെയും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നു. എങ്കിലും എന്തുകൊണ്ട് നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല? വലിയൊരു കാര്യമല്ലേ? ഈശ്വരനെ നമ്മിൽ നിന്നും മറച്ചു വയ്ക്കുന്നത് എന്താണ്? അഥവാ ഈശ്വരനെ അങ്ങനെ മറയ്ക്കാൻ സാധിക്കുമോ? സൂര്യബിംബത്തെ മറയ്ക്കാൻ ഒരു കുഞ്ഞു മേഘത്തിന് കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷേ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ആവരണങ്ങൾ ഈശ്വരനെ മറയ്ക്കുന്നതായി നമുക്ക് തോന്നും. ലോകം മുഴുവൻ തിരഞ്ഞിട്ടും ഈശ്വരനെ കണ്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരാൾ പറഞ്ഞു, പിയാനോയിലെ സംഗീതം തേടി ഞാൻ എൻ്റെ പിയാനോ ഓരോരോ ഭാഗങ്ങളായി അഴിച്ചു മാറ്റി, എന്നിട്ടും എങ്ങും സംഗീതത്തെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് സംഗീതം എന്നൊന്നില്ല. എങ്ങനെ പിയാനോയിൽ സംഗീതം ഒളിഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞിരിക്കുന്നു. അതിനെ അറിയുവാനുള്ള ക്രമീകരണങ്ങളാണ് നാം ഈശ്വര പൂജയിലൂടെ ചെയ്യുന്നത്. അമ്മ പറയാറുണ്ട്, എല്ലായിടത്തും വായു നിറഞ്ഞിരിക്കുന്നു, എങ്കിലും വായുവിനെ ചലിക്കാതെ നിൽക്കാൻ സാധിക്കും. ഇളം കാറ്റായി തഴുകാൻ സാധിക്കും. കുറച്ചുകൂടി ആഞ്ഞടിക്കാൻ സാധിക്കും. കൊടുങ്കാറ്റാകാൻ സാധിക്കും. ചുഴലിയാകാൻ സാധിക്കും. ഇതുപോലെ ഈശ്വര ശക്തി എവിടെയും നിറഞ്ഞിരിക്കുന്നു, എങ്കിലും അത് അറിയിക്കാതെ ഇരിക്കാൻ സാധിക്കും. അല്പം മാത്രം അനുഭവിക്കാൻ സാധിക്കും. പൂർണ്ണമായും അനുഭവിക്കാനും സാധിക്കും.
അങ്ങനെ ഈശ്വരശക്തി സാധാരണ മനുഷ്യന് അനുഭവിക്കാവുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ക്ഷേത്രം. അമ്മ പറയാറുള്ളത് നാമൊക്കെ സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളായി മാറുവാൻ ബാഹ്യമായ ക്ഷേത്രങ്ങൾ വേണ്ടിവരുന്നു എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണത്. അമ്മ പറയാറുള്ളത് നാമൊക്കെ സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളായി മാറുവാൻ ബാഹ്യമായ ക്ഷേത്രങ്ങൾ വേണ്ടിവരുന്നു എന്നാണ്. ഈശ്വരൻ എവിടെയും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശിലയിലും ഈശ്വരനുണ്ട്, നമ്മുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ഈശ്വരൻ ഇല്ലാത്ത ഒരിടവുമില്ല. പക്ഷേ അത് ചൈതന്യ രൂപത്തിലാണെന്ന് മാത്രം. എല്ലായിടത്തും ഊർജം നിറഞ്ഞിരിക്കുന്നു. ഊർജ പ്രവാഹമാണ് ഈ പ്രപഞ്ചം എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഋഷീശ്വരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം നടരാജ നൃത്തമത്രേ. പദപ്രയോഗത്തിലുള്ള മാറ്റം മാത്രം. ഊർജ പ്രവാഹവും ഈശ്വര ചൈതന്യത്തിൻ്റെ നൃത്തവേദിയും രണ്ടും ഒന്നാണ്. ഊർജ പ്രവാഹത്തിൻ്റെ രൂപത്തിൽ എവിടെയും സ്ഥിതി ചെയ്യുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിലും കൂടി ഉള്ളുന്നു. ഈശ്വരന് രൂപമില്ല, ഈശ്വരന് നാശമില്ല. എങ്കിലും അമ്മ പറയാറുണ്ട് സകല നാമങ്ങളും ഈശ്വരൻ്റേതാണ്, സകല രൂപങ്ങളും ഈശ്വരൻ്റേതാണ്. ഭക്തൻ്റെ ഇച്ഛ അനുസരിച്ച് ഈശ്വരന് രൂപമെടുക്കാൻ കഴിയുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ സമുദ്രത്തിലെ ജലത്തിന് രൂപമില്ല, എങ്കിലും ശൈത്യം കൂടിയ ഭാഗങ്ങളിൽ അത് മഞ്ഞുകട്ടയായി രൂപമെടുക്കുന്നു. അതുപോലെ ഭക്തൻ്റെ ഭക്തിയുടെ ശൈത്യം കൊണ്ട് അരൂപനായ ഈശ്വരന് രൂപമെടുക്കേണ്ടി വരുന്നു. അതാണ് അവതാരമൂർത്തികൾ. നല്ല ചിന്തകളും നല്ല കർമ്മങ്ങളുമാണ് ജീവിത ദുഃഖങ്ങളെ തുടച്ചു മാറ്റുന്നത്. നല്ല ചിന്തകളും നല്ല കർമ്മങ്ങളുമാണ് ഐശ്വര്യമുണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ ഉണ്ടാകുവാനുള്ള പ്രാഥമിക പരിശീലനമാണ് നമ്മൾ അനുഷ്ഠാനങ്ങളിലൂടെ നേടുന്നത്. ഈശ്വരൻ ഒരു വ്യക്തിയല്ല, ഒരു പദവിയാണത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു വ്യക്തിയല്ല, പദവിയാണ്. ആർക്കും അവിടെ എത്തിച്ചേരാം. പക്ഷേ ജനങ്ങളുടെ വോട്ട് വേണം. അതുപോലെ ഈശ്വരൻ്റെ അവസ്ഥയിലെത്താൻ സകല ചരാചരങ്ങളുടെയും അനുഗ്രഹം വേണം. ഈ ലോകത്തിൽ ആർക്കു വേണമെങ്കിലും ഈശ്വരൻ്റെ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ആ പരിപൂർണ അവസ്ഥ കൈവരിക്കാനുള്ള മാർഗങ്ങളാണ് ഈശ്വരാരാധന. മനുഷ്യൻ്റെ കർമ്മശുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഭൂമിയും അത് താങ്ങുന്ന കടലും അതിൻ്റെ കരുത്ത് പടർന്ന് പന്തലിച്ച മഹനീയ ജീവിതങ്ങളും ഭദ്രമായി പുലരേണ്ടത്. മനുഷ്യൻ്റെ ചിന്തയും പ്രവൃത്തിയുമാണ് ഈ ഭൂമിയിൽ എവിടെയും പ്രതിഫലിക്കുന്നത്. ഈശ്വരൻ അതിമനോഹരമായ ഒരു പ്രപഞ്ചമാണ് സൃഷ്ടിച്ചത്. അതിൽ നിന്ന് ഭിന്നമായ ഒരു പ്രകൃതിയെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ, മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ ദുഃഖത്തിൻ്റെ വിഷവിത്തുകൾ വിതച്ചത് മനുഷ്യ മനസ്സുകളാണ്. അപ്പോൾ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലൂടെ ഈ ബാഹ്യ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വേണ്ടിവരും. വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണിത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ച ഭഗവത്ഗീത വാസ്തവത്തിൽ വെറും യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമായിരുന്നില്ല. യുദ്ധം ചെയ്യണമെങ്കിൽ 2 പേർ വേണം. താൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നതെന്ന അദ്വൈത അനുഭവം ഉണ്ടാകുമ്പോൾ യുദ്ധം ചെയ്യാൻ ആളില്ലാതെ വരുന്നു. അഥവാ തന്നെ പോലെ സകലരെയും സ്നേഹിക്കുന്നതിനുള്ള മാനസിക നില കൈവരുമ്പോൾ യുദ്ധങ്ങൾ ഇല്ലാതാകുന്നു. ഈ ലോകത്തിൽ താൻ മാത്രം നിറഞ്ഞിരിക്കുന്നു, ഈശ്വരൻ മാത്രം നിറഞ്ഞിരിക്കുന്നു എന്ന പരമമായ അനുഭൂതിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പരിശീലനമായിരുന്നു ഭാരതത്തിലെ ഈശ്വര ആരാധനകളെല്ലാം.
വർഷങ്ങൾക്ക് മുൻപ് വടക്കൻ കേരളത്തിൽ അതിരാത്രം നടന്നപ്പോൾ അതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നതിന് വിദേശത്തു നിന്നും കുറേ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു. അവർ യന്ത്രങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനായി ചില ഉപകരണങ്ങളും കൊണ്ടുവന്നിരുന്നു. യജ്ഞശാലയിൽ ശക്തമായ ഗാമ കിരണങ്ങളുടെ സാന്നിധ്യം ആ ഉപകരണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെട്ടു. ഈ ഹോമകുണ്ഡത്തിൽ എവിടെ നിന്ന് ഗാമ കിരണങ്ങൾ വരാനാണ്? പിന്നീട് യാഗശാലയിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന പൂജാരിമാരോട് ആരാഞ്ഞു. ദർഭപ്പുല്ലിൽ നിന്നായിരിക്കാം അത് ഉണ്ടാകുന്നത് എന്നായിരുന്നു അവരുടെ മറുപടി. പിന്നീട് ശാസ്ത്രജ്ഞന്മാർക്കും ഇത് ബോധ്യമായി. പക്ഷേ അവരെ അമ്പരപ്പിച്ച വസ്തുത അതല്ല. ആധുനിക ശാസ്ത്രത്തെപ്പറ്റി അല്പം പോലും അറിവില്ലാത്ത പൂജാരിമാർക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ സാധിച്ചത് എങ്ങനെ എന്നതായിരുന്നു. ശരിയല്ലേ? കലിയുഗം തന്നെയാണ് ഈശ്വരനെ പ്രാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമെന്ന് ഋഷിമാർ പറയുന്നു. പ്രതിസന്ധികളുടെ നടുവിലിരിക്കുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ ബുദ്ധിയുടെ പരിമിതി മനസ്സിലാക്കുന്നത്. അവൻ്റെ അഹങ്കാരമെല്ലാം ഇല്ലാതാക്കുന്നതും ഈശ്വരൻ്റെ നേരെ അവൻ്റെ മനസ്സിനെ തിരിച്ചുവിടുവാൻ പ്രേരിപ്പിക്കുന്നതും ദുഃഖങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ മുഴുവൻ ഈശ്വരനിലേക്ക് തിരിച്ചുവിടുവാൻ സാധിച്ചാൽ ഈ ദുഃഖങ്ങളൊക്കെ അനുഗ്രഹങ്ങളായി മാറുന്നത് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, നമുക്ക് ചുറ്റും നടക്കുന്ന സംഘർഷങ്ങളും അസ്വസ്ഥതകളും കണ്ട് ഭയപ്പെടേണ്ടതില്ല. അന്ധകാരം സൃഷ്ടിക്കുന്ന ഭയം സൂര്യോദയത്തോടെ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ അജ്ഞതയുടെ സൃഷ്ടിയായ മായ അന്ധകാരം ജ്ഞാനോദയത്തോടുകൂടി ഇല്ലാതെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി ആ അധ്യായം പൂർത്തീകരിക്കുന്നത്. ഈ ഗ്രന്ഥം വളരെ മാസങ്ങൾക്ക് മുൻപ് ആശ്രമത്തിൽ ഞാൻ ചെന്നപ്പോൾ ലഭിച്ചതാണ്. ഇത് വായിക്കുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വായിച്ചതാണ്. അമ്മയുടെ കാര്യമേ പറയാവൂ. ഞാൻ എഴുതിയ പുസ്തകം വായിക്കേണ്ടെന്നാണ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി പറഞ്ഞത്. അമ്മയുടെ പുസ്തകമാണ് നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച സപ്തമിയിൽ മംഗളകരമായി സമാരംഭിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായ ഈ മഹാഗ്രന്ഥത്തിലെ മുഖവുര ഞാനിന്ന് വായിക്കാം. അമ്മ ലോകത്തിന് വഴികാട്ടുന്ന സദ്ഗുരുവാണ്. കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. പിച്ച വെച്ച് നടക്കുന്ന കുട്ടികളെ ഒപ്പം നടന്ന് പഠിപ്പിക്കുന്ന പെറ്റമ്മയുമാണ്. തൻ്റെ കർമ്മങ്ങളിലൂടെയും വചനങ്ങളിലൂടെയും ലോകത്തിന് വഴിവെളിച്ചമേകുന്നു അമ്മ. അമ്മയുടെ വാക്കുകൾക്ക് അനുഭവത്തിൻ്റെ ആധികാരികതയുണ്ട്, ആചരണത്തിൻ്റെ പിൻബലമുണ്ട്. അതിനാൽ അവ അനുവാചകരുടെ ചിന്തയ്ക്ക് ഉത്തേജനത്തോടൊപ്പം ഹൃദയത്തിന് ഉണർവുമേകുന്നു. മനുഷ്യരായി മഞ്ഞിൽ വന്നു പിറന്ന നമ്മുടെ പിറവിയുടെ പരമമായ ലക്ഷ്യമെന്താണ്? നമ്മുടെ ജീവിതം നാം എങ്ങനെ നയിക്കണം? ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവയാണ്? പ്രതിദിനം പാലിക്കേണ്ട സദാചാര നിയമങ്ങൾ എന്തൊക്കെയായിരിക്കണം? വിശേഷ ദിനങ്ങൾ എങ്ങനെ ആചരിക്കണം? സഹപ്രവർത്തകരോടുള്ള സമീപനം എന്തായിരിക്കണം? സമശിഷ്ടങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം? സമസൃഷ്ടങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം? പ്രകൃതി സംരക്ഷണം, പരിസര ശുചീകരണം, ഇവയുടെ തത്വവും പ്രയോഗവും എപ്രകാരമാണ്? ഇങ്ങനെ വർത്തമാന ജനത അറിഞ്ഞിരിക്കേണ്ട സർവ്വ വിഷയങ്ങളെക്കുറിച്ചും അമ്മ നമ്മെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിഷയങ്ങളെയും കാലികവും കാലാതീതവുമായ പ്രസക്തിയുള്ള മറ്റു വിഷയങ്ങളെയും പറ്റി അമ്മ നൽകിയിട്ടുള്ള പല സന്ദേശങ്ങളും സമാഹരിച്ച അമൃതം ഗമയ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. 2 ഭാഗങ്ങളായി പ്രസിദ്ധീകരിക്കുന്ന ഈ അമൃത സന്ദേശ സമാഹാരത്തിൻ്റെ 1-ാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അമ്മയുടെ അമൂല്യമായ ഉപദേശങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം നൽകി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിയാൽ നമ്മുടെ ജീവിതം പരമധന്യമാകുമെന്നതിൽ സംശയമില്ല. ഈ ഗ്രന്ഥരത്നം നമ്മുടെ ജീവിത ധന്യതയ്ക്ക് വഴിയൊരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോക സമക്ഷം സമർപ്പിക്കുന്നു. 1-ാം അധ്യായം ധർമ്മം. മക്കളെ, ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്നത് ഏതൊന്നാണോ അതിനെയാണ് ആ വസ്തുവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. വിളക്കിൻ്റെ ധർമ്മം വെളിച്ചം പകരുക എന്നതാണ്.
കണ്ണിൻ്റെ ധർമ്മം കാണുക എന്നതാണ്. ഹൃദയത്തിൻ്റെ ധർമ്മം എല്ലായിടത്തും രക്തമെത്തിക്കുക എന്നതാണ്. ഓരോ അവയവവും അതിൻ്റെ ധർമ്മം ശരിയായി നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും അവയുടെ ധർമ്മം ശരിയായി പാലിച്ചാൽ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ താളലയം നിലനിർത്താൻ കഴിയൂ. പ്രകൃതിയുടെ താളലയത്തിന് കാരണമാകുന്ന ആ തത്വത്തെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ധർമ്മം എന്ന് വിളിച്ചു. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും അവനവൻ്റെ ധർമ്മം ശരിയായി നിർവഹിച്ചാൽ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാനും മുന്നോട്ട് പോകുവാനും കഴിയുകയുള്ളൂ. രാജ്യത്തിലെ ഓരോ പൗരനും ധർമ്മനിഷ്ഠനായി ജീവിച്ചാൽ മാത്രമേ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. കുടുംബത്തിൻ്റെ സ്ഥിതിയും അതുതന്നെ. കുടുംബത്തിലെ ഓരോ വ്യക്തിയും ശരിയായി ജീവിക്കുകയും പെരുമാറുകയും ചെയ്താൽ മാത്രമേ കുടുംബത്തിൽ ശാന്തിയും ഐക്യവും കളിയാടൂ. അധ്യാപകൻ വിദ്യാലയത്തിൽ ചെന്നാൽ അധ്യാപകൻ്റെ ധർമ്മം നിർവഹിക്കണം. അമ്മ എഴുതുകയാണ്, അധ്യാപകൻ വിദ്യാലയത്തിൽ ചെന്നാൽ അധ്യാപകൻ്റെ ധർമ്മം നിർവഹിക്കണം. അതേ വ്യക്തി, അധ്യാപകനായ വ്യക്തി വീട്ടിലെത്തുമ്പോൾ അവിടെ ധർമ്മം വേറെയാണ്. മക്കളുടെ കാര്യത്തിൽ അച്ഛൻ്റെ ധർമ്മം, സഹോദരങ്ങളോട് സഹോദരൻ്റെ ധർമ്മം, അങ്ങനെ സ്ഥലവും സാഹചര്യവും അനുസരിച്ച ധർമ്മം വ്യത്യസ്തമാകുന്നു. ശരിയായ കർമ്മം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്താൽ ധർമ്മമായി. എല്ലാ ധർമ്മങ്ങൾക്കും ഉപരിയായ ഒരു ധർമ്മം നമുക്കുണ്ട്. അതാണ് പരമധർമ്മം. അത് നമ്മിലെ പൂർണ്ണതയെ സാക്ഷാത്കരിക്കുക എന്നതാണ്. ഒരു ചിത്രശലഭം ചെടിയുടെ ഇലയിൽ മുട്ടയിട്ടു എന്ന് കരുതുക. മുട്ടയായിരിക്കുമ്പോൾ തന്നെ നശിച്ചു പോയാൽ അതിൻ്റെ ജന്മം സഫലമാകുന്നില്ല. പുഴുവായിരിക്കുമ്പോഴും പ്യൂപ്പയായിരിക്കുമ്പോഴോ മരിച്ചാലും അതിൻ്റെ ജന്മം സഫലമാകുന്നില്ല. ചിത്രശലഭമായി വളർന്ന് അതിൽ അന്തർലീനമായുള്ള സകല കഴിവുകളും സൗന്ദര്യവും പ്രകടമാകുമ്പോൾ അത് ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തെ പ്രാപിക്കുന്നു. അതിൻ്റെ ജന്മം സഫലമാകുന്നു. നമ്മളിൽ ഓരോരുത്തരിലും ഈശ്വരത്വമുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതിനെ സാക്ഷാത്കരിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും പരമധർമ്മം. പൂർണ്ണത എന്നാൽ സ്വന്തം മുക്തി മാത്രമല്ല, എല്ലാവരെയും തന്നെ പോലെ കാണുന്ന സ്ഥിതിയാണ്. എന്നാൽ ഇന്ന് ജീവിതമാകുന്ന സമ്പത്തിൻ്റെ ശരിയായ മൂല്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, കഴിയുന്നില്ല. അല്പ സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം പാഴാക്കുന്നു. അല്പസുഖങ്ങൾക്ക് വേണ്ടി ജീവിതം പാഴാക്കുന്നു. ഈ പ്രവണതയെ നമ്മൾ അതിജീവിക്കണം. കൊണ്ട് വിവേകപൂർവം ജീവിക്കണം. സർവചരാചരങ്ങളിലും തന്നിൽ തന്നെയും ഈശ്വര ചൈതന്യത്തെ ദർശിച്ച് ജീവിതം ധന്യമാക്കണം. രണ്ടാമത്തെ അധ്യായം ഭക്തിയും വിനയവും എന്നതാണ്. അമ്മ പറയുന്നു, മക്കളെ, ഭക്തി ഉള്ളിടത്ത് വിനയം, ക്ഷമ, കാരുണ്യം തുടങ്ങിയ ഗുണങ്ങളും കൂടെ ഉണ്ടാവും. മറക്കരുത്. ഭക്തി ഉള്ളിടത്ത് വിനയം, ക്ഷമ, കാരുണ്യം തുടങ്ങിയ ഗുണങ്ങളും കൂടെ ഉണ്ടാവും. ഞാൻ വലിയവൻ എന്നല്ല, ഞാൻ സകലരുടെയും ദാസൻ എന്നാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ഭാവം. സ്വന്തം പ്രയാസങ്ങളെ അവഗണിച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ അയാൾ തയ്യാറാകും. വിഷ്ണുഭക്തനായ അംബരീഷൻ എന്ന രാജാവ് മുടങ്ങാതെ ഏകാദശി നോൽക്കുമായിരുന്നു. അംബരീഷൻ്റെ ഭക്തിയാൽ പ്രസന്നനായ മഹാവിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന് സുദർശന ചക്രം നൽകി. വ്രതത്തിലുള്ള അംബരീഷൻ്റെ നിഷ്ഠ കണ്ട് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ദേവേന്ദ്രൻ ഭയന്നു. ഇന്ദ്രൻ്റെ പ്രേരണയാൽ അംബരീഷൻ്റെ വ്രതം മുടക്കാനായി ഒരു ഏകാദശി നാൾ ദുർവാസാവ് അംബരീഷൻ്റെ കൊട്ടാരത്തിലെത്തി. അംബരീഷൻ
മഹർഷിയെ ആദരവോടെ സൽക്കരിച്ചു. കുളിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് മഹർഷി നദിയിൽ കുളിക്കാൻ പോയി. വ്രതം അവസാനിപ്പിക്കുന്ന സമയമായിട്ടും മഹർഷിയെ കാണാത്തതുകൊണ്ട് രാജാവ് ദേവന്മാർക്കുള്ള ഹവിസ് അർപ്പിച്ച ശേഷം ദുർവാസാവിനുള്ള ഭാഗം മാറ്റിവെച്ചു. എന്നിട്ട് പാരണ ചെയ്ത് വ്രതം അവസാനിപ്പിച്ചു. സ്നാനം കഴിഞ്ഞെത്തിയ ദുർവാസാവ് താൻ എത്തുന്നതിന് മുൻപ് വ്രതം അവസാനിപ്പിച്ചതറിഞ്ഞ് കോപിഷ്ഠനായി. ദുർവാസാവ് വളരെയധികം കോപിച്ചിട്ടും അംബരീഷന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. തൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും തൊഴുതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുക മാത്രമാണ് ചെയ്തത്. എന്നിട്ടും ദുർവാസാവ് ക്ഷമിച്ചില്ല. അംബരീഷനെ വധിക്കുവാനായി ദുർവാസാവ് ഒരു ദുർഭൂതത്തെ സൃഷ്ടിച്ചു. ദുർഭൂതം അംബരീഷനെ സംഹരിക്കാനായി മുന്നോട്ടെടുത്തു. ഉടനെ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ട് ആ ദുർഭൂതത്തെ വധിച്ചു. തുടർന്ന് സുദർശനചക്രം ദുർവാസാവിൻ്റെ കണ്ഠം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ദുർവാസാവ് മരണഭീതിയോടെ ഓടിത്തുടങ്ങി. ബ്രഹ്മാവിനെയും പരമശിവനെയും അഭയം പ്രാപിച്ചിട്ടും ശരണം പ്രാപിച്ചിട്ടും സുദർശനചക്രത്തിൻ്റെ ഭീതിയിൽ നിന്ന് മോചനം ലഭിക്കാതെ ദുർവാസാവ് വൈകുണ്ഠത്തിലെത്തി. മൃത്യുവിൽ നിന്ന് മോചനം നേടാൻ അംബരീഷനെ അഭയം പ്രാപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മഹാവിഷ്ണു ഉപദേശിച്ചു. ദുർവാസാവ് ഗത്യന്തരമില്ലാതെ അംബരീഷനെ തന്നെ ശരണം പ്രാപിച്ച് മാപ്പ് ചോദിച്ചു. അപ്പോഴും മഹർഷിയുടെ കാലുകൾ കഴുകി വെള്ളം കുടിക്കുവാനുള്ള മനസ്സാണ് അംബരീഷന്. അംബരീഷനെ പോലെ ഉള്ളവർക്കേ ഈശ്വരനുണ്ടാവുകയുള്ളൂ. മറക്കരുത്. അത്തരം വിനയഭാവമുള്ളവരെ രക്ഷിക്കാൻ ഈശ്വരൻ എത്തിക്കൊള്ളും. മറിച്ച് ഞാൻ വലിയവനാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത് മൂഢന്മാരാണ്. അവർക്ക് എങ്ങനെ ഈശ്വരനെ ലഭിക്കാനാണ്? ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും മറ്റുള്ളവരോട് എങ്ങനെ പ്രതികാരം ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. ക്ലാവ് പിടിച്ച പാത്രത്തിൽ ഈയം പിടിക്കുകയില്ല. അതാദ്യം തേച്ച് വൃത്തിയാക്കണം. അതുപോലെ മനസ്സ് ശുദ്ധമായാലേ ഭക്തി ഉറയ്ക്കൂ. അപ്പോൾ മാത്രമേ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാൻ കഴിയൂ. എത്ര മനോഹരമായ വാക്കുകളാണ്. അഹങ്കാരം ഏറ്റവും വലിയ ശത്രു എന്നതാണ് അടുത്ത അധ്യായം. മക്കളെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ അഹങ്കാരമാണ്. അത് അവനെ മനുഷ്യനല്ലാതാക്കുന്നു. അഹങ്കാരമാണ് എല്ലാ നേട്ടങ്ങൾക്കും ആധാരം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഏറെയും. ഓരോ സെൻറ്റൻസും വളരെ മഹത്വമുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കർമ്മനിരതമായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിച്ചെന്നു വരില്ല. പക്ഷേ അഹങ്കാരം ഒരിക്കലും നിയന്ത്രണം വിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ എന്ന അഹംഭാവത്തിന് പക്വത കൈവരേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധിക്കണം. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാനെന്ന അഹംഭാവത്തിന് പക്വത കൈവരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അത് വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ ഹാനികരമാണ്. ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. കുടുംബനാഥൻ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ മുൻപിൽ തലകുനിക്കാനോ ഭാര്യയുടെയും മക്കളുടെയും അഭിപ്രായങ്ങൾ മാനിക്കാനോ കൂട്ടാക്കാത്ത വ്യക്തിയാണെങ്കിൽ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുമോ? 3-4 പേരടങ്ങുന്ന ആ ചെറിയ ലോകത്തിൽ സംഘർഷവും മത്സരബുദ്ധിയും അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വ്യാപാരം, രാഷ്ട്രീയം എന്നിങ്ങനെ ജീവിതത്തിലെ ഏത് രംഗവുമായിക്കൊള്ളട്ടെ, അവിടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തമ്മിൽ നിലനിൽക്കുന്ന വിദ്വേഷം കലർന്ന മത്സരമാണ്. നിയന്ത്രണമില്ലാത്ത അഹങ്കാരമാണ് ഇതിൻ്റെ മൂല കാരണം. പാർട്ടി അംഗങ്ങൾ തമ്മിലും എതിർ പാർട്ടിയിൽ പെടുന്നവരുമായും
വ്യാപാരികൾ തമ്മിലുമൊക്കെ ഇത്തരം മത്സരങ്ങൾ പതിവാണ്. ഒരാൾ അല്ലെങ്കിൽ ഏതാനും ചിലർ മറ്റുള്ളവരുടെ മേൽ സ്വന്തം മേൽക്കോയ്മ സ്ഥാപിക്കുവാനായുള്ള വടംവലിയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുവൻ തൻ്റെ എതിരാളിയെ ബുദ്ധിപരമായും വൈകാരികവുമായും എന്തിലധികം ശാരീരികമായി പോലും നിർദ്ദയമായി ആക്രമിക്കുന്നത് കാണാം. താൻ എത്രമാത്രം ശക്തനാണെന്ന് എതിരാളിക്ക് തെളിയിച്ച് കാട്ടിക്കൊടുക്കുവാനുള്ള പരാക്രമമാണ് അത്. അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ അവർ തയ്യാറാകും. അതോടെ സഹജീവികളുടെ ദുഃഖവും വേദനയും അവർ അറിയാതാകുന്നു. ഞാൻ എൻ്റേത് എന്ന വീക്ഷണകോണിലൂടെ മാത്രം കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചെറിയ ലോകത്തിൽ ഒതുങ്ങുന്നതോടെ സഹിക്കാനും ക്ഷമിക്കാനും സഹതപിക്കുവാനുമുള്ള കഴിവും നമുക്ക് നഷ്ടമാകുന്നു. എങ്ങനെയും എനിക്ക് നേടണമെന്ന ചിന്ത മനസ്സിലും ബുദ്ധിയിലും ഉറയ്ക്കുന്നതോടെ അന്യർക്ക് ദ്രോഹം ചെയ്തും നേട്ടങ്ങൾ കൊയ്യാൻ മടിയില്ലാതെയാകുന്നു. ഈ സന്ദർഭത്തിൽ അമ്മ ഒരു കഥ ഓർക്കുന്നു. ഒരാൾ തൻ്റെ വക്കീലിനെ കണ്ട് കേസിൻ്റെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായെത്തി. കേസിൻ്റെ അപ്പോഴത്തെ പോക്കിനെക്കുറിച്ച് അയാൾക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. ഒരാൾ വക്കീലിനോട് പറഞ്ഞു, ഈ കേസ് ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ. അല്പമൊന്ന് നിർത്തിയിട്ട് അയാൾ തുടർന്നു, ഈ കേസിലെ ജഡ്ജി ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാണെന്ന് ഞാൻ അറിഞ്ഞു. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മത്സരം കാണാൻ ഒരു ബിസിനസ് ക്ലാസ് വിമാന ടിക്കറ്റ് അദ്ദേഹത്തിന് പാരിതോഷികമായി അയച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അത് കേട്ട വക്കീൽ പറഞ്ഞു, വളരെ സത്യസന്ധനാണ് താനെന്ന് വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ ജഡ്ജി. കൈക്കൂലി നൽകി അദ്ദേഹത്തെ ഒരിക്കലും സ്വാധീനിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ എന്തിനെങ്കിലും ശ്രമിച്ചാൽ തീർച്ചയായും അദ്ദേഹം രോഷം കൈക്കൊള്ളും, നിങ്ങൾക്കെതിരാകുകയും ചെയ്യും. പിന്നെ കേസിൻ്റെ വിധി എന്താകുമെന്ന് ഊഹിക്കാമല്ലോ. കേസിൻ്റെ വിധി വന്നു. ഈ വ്യക്തി കേസ് ജയിക്കുകയും ചെയ്തു. വിജയം ആഘോഷിക്കാൻ തൻ്റെ വക്കീലിനെ അയാൾ ഒരു വിരുന്നിന് ക്ഷണിച്ചു. വക്കീൽ പറഞ്ഞു, ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ക്രിക്കറ്റ് മത്സരം കാണാനുള്ള സൗജന്യ വിമാന ടിക്കറ്റ് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നമ്മിലും വക്കീലെ, ഞാൻ ആ കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു. വക്കീലിൻ്റെ വിലയേറിയ ഉപദേശത്തിന് ഒരുപാട് നന്ദിയുണ്ട്. വാസ്തവത്തിൽ ഞാൻ ജഡ്ജിക്ക് സൗജന്യ വിമാന ടിക്കറ്റ് അയച്ചു കൊടുത്തു. പക്ഷേ അതെൻ്റെ എതിരാളിയുടെ പേരിലായിരുന്നു എന്ന് മാത്രം. മക്കളെ, ഇത്തരം ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ അഹങ്കാരത്തിൻ്റെ ഇരുണ്ട തോടിനുള്ളിലേക്ക് ഒതുങ്ങുകയാണ്. ഇത് നമുക്കും സമൂഹത്തിനും ദോഷമായി തീരുന്നു. മാത്രമല്ല, ഇവിടെ നമ്മുടെ യഥാർത്ഥ സത്ത ബലി കഴിക്കപ്പെടുകയും ചെയ്യുന്നു. അഹങ്കാരം ജയിലിന് തുല്യമാണ്. അമ്മയുടെ വരികളാണ്. അഹങ്കാരം ജയിലിന് തുല്യമാണ്. അഹംഭാവത്തിനു മേൽ നിയന്ത്രണമില്ലാത്ത വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല. അവർക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരും. പക്ഷേ മനസ്സിൽ ശാന്തിയും തൃപ്തിയും ഉണ്ടാവില്ല. കാരണം അവർ എപ്പോഴും തന്നെക്കുറിച്ചും തനിക്കെന്ത് നേടാൻ കഴിയും എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ അവരുടെ മനസ്സ് കാരാഗ്രഹത്തിന് സമമായി മാറും. അഹങ്കാരത്തിൽ നിന്നുള്ള മുക്തിയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് അനുഭവിക്കാൻ ആത്മീയ ചിന്ത കൂടിയേ കഴിയൂ. ആത്മീയ ചിന്ത ഭൗതിക നേട്ടങ്ങൾക്ക് എതിരാണെന്ന് ചിന്തിക്കരുത്. ഭൗതിക നേട്ടങ്ങൾക്കായി ശ്രമിക്കുമ്പോഴും സമൂഹത്തോടും കർത്തവ്യം മറക്കാതെ അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയ ചിന്ത. അങ്ങനെയുള്ളവർ ഞാൻ എൻ്റേത് എന്നതിനുപരി മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും അറിയാനും അവരോട് സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുവാനും ശ്രമിക്കുന്നു. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമായി അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെയുള്ളവർ അഹങ്കാരത്തിൻ്റെ അടിമകളാകില്ല.
അതിൻ്റെ പരിമിതികളെ അതിജീവിക്കാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നവരായിരിക്കും. മക്കളെ, വാസ്തവത്തിൽ അഹങ്കാരം ഒരു ഭാരമാണ്. അതറിയാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഭാരം ഇറക്കി വയ്ക്കാൻ പ്രയാസമുണ്ടാവില്ല. നമ്മുടെ സമൂഹത്തിൽ കൂടുതലും സ്വന്തം അഹങ്കാരം കാണാനും അറിയാനും കഴിയാത്തവരാണ്. അവൻ്റെ ഒരു അഹങ്കാരം എന്ന് പലരും പറയുന്നത് കേൾക്കാം. അതിന് പകരം എൻ്റെ ഒരു അഹങ്കാരമെന്ന ആത്മാർത്ഥമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ, സ്വയം അറിയാൻ കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം ഇല്ലാതെയാക്കി. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താ എന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായവും പൂർത്തീകരിക്കുന്നത്. അടുത്തത് പശ്ചാത്താപം എന്ന അധ്യായമാണ്. മക്കളെ, തെറ്റ് ചെയ്യുക മനുഷ്യ സഹജമാണ്. തെറ്റ് പറ്റുക മനുഷ്യ സഹജമാണ്. ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരോ തെറ്റ് ചെയ്യാത്തവരോ ആയി ആരും തന്നെ ഉണ്ടാവില്ല. ചെയ്യരുതാത്തത് ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും തെറ്റു തന്നെയാണ്. അപ്പോൾ തെറ്റിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ തെറ്റ് ചെയ്യുന്നവരുമുണ്ടാകാം. ഏതായാലും തെറ്റ് തിരുത്തുവാനുള്ള ആദ്യപടി ചെയ്ത തെറ്റ് തിരിച്ചറിയുക മാത്രമാണ്. തെറ്റ് ബോധ്യമായാൽ അതിൽ പശ്ചാത്തപിക്കണം. പശ്ചാത്താപം തന്നെ ഒരുതരം പ്രായശ്ചിത്തമാണ്. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിന് കഴുകിക്കളയുവാൻ കഴിയാത്ത പാപങ്ങളില്ല. എന്നാൽ ശരി ഏതെന്നറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ആവർത്തിക്കുവാൻ പാടില്ല. പശ്ചാത്താപം ആത്മാർത്ഥമായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാനായി മാത്രം പശ്ചാത്താപം നടിക്കുന്ന ചിലരുണ്ട്. പോക്കറ്റടി ശീലമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. മകൻ്റെ ദുശീലത്തെക്കുറിച്ച് അമ്മയ്ക്ക് വലിയ വിഷമമായി. അടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയുടെ അടുത്ത് ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞു. മാപ്പപേക്ഷിക്കാൻ അമ്മ മകനോട് പറഞ്ഞു. ഒരു കച്ചവടക്കാരൻ്റെ പോക്കറ്റടിച്ച് പിറ്റേ ദിവസം പയ്യൻ പൂജാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, തിരുമേനി, ഞാൻ ഇന്നലെ ഒരു തെറ്റ് ചെയ്തു. ഒരു കച്ചവടക്കാരൻ്റെ പേഴ്സ് മോഷ്ടിച്ചു. പൂജാരി പറഞ്ഞു, നീ ചെയ്തത് വലിയ അപരാധമായി പോയി. ഉടനെ തന്നെ കച്ചവടക്കാരനെ കണ്ട് അയാളുടെ പേഴ്സ് തിരികെ കൊടുക്കൂ. പയ്യൻ കച്ചവടക്കാരനെ കണ്ട് പേഴ്സ് തിരികെ നൽകി. തിരിച്ച് വീട്ടിലെത്തി. അന്ന് രാത്രി അമ്മ നോക്കുമ്പോൾ മകൻ കുറേ നോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. പണം എങ്ങനെ കിട്ടിയെന്ന് അമ്മ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, കുറ്റം ഏറ്റുപറയാൻ ചെന്ന സമയം ആ പൂജാരിയുടെ അടുത്തുണ്ടായിരുന്ന പെട്ടിയിൽ നിന്ന് ഞാൻ അടിച്ചെടുത്തതാണ്. ഈ പയ്യൻ്റേതുപോലെ ആകരുത് പശ്ചാത്താപം. പശ്ചാത്താപം ആത്മാർത്ഥമാകണം. തെറ്റ് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്താനും പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനും ദൃഢനിശ്ചയമെടുക്കണം. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും മനസാക്ഷി ഇത് ചെയ്യരുതേ എന്ന് മൃദുവായി മന്ത്രിക്കുന്നുണ്ട്. ആ മനസാക്ഷിയുടെ ശബ്ദത്തിന് ചെവി കൊടുത്താൽ നമ്മൾ തെറ്റിലേക്ക് പോകില്ല. അറിവില്ലാതെ മനുഷ്യർ തെറ്റ് ചെയ്യാറുണ്ട്. അത്തരം തെറ്റ് ഈശ്വരൻ ക്ഷമിക്കും. എന്നാൽ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ക്ഷമിക്കില്ല. അതിനാൽ തെറ്റ് ആവർത്തിക്കാതിരിക്കുക തന്നെ വേണം. മനുഷ്യ ജീവിതം തന്നെ തെറ്റിൽ നിന്നും ശാന്തിഗിരിയിൽ ആ ശരിയിലേക്കുള്ള ഒരു യാത്രയാണ്. എത്ര മനോഹരമായ കാര്യമാണ്! മനുഷ്യ ജീവിതം തന്നെ തെറ്റിൽ നിന്നും ശരിയിലേക്കുള്ള ഒരു യാത്രയാണ്. തെറ്റുകൾ സംഭവിച്ചെന്നിരിക്കാം, എന്നാൽ സ്വയം നന്നാകാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും, 3 വാക്ക് മറക്കരുത്: ചിന്ത, വാക്ക്, പ്രവൃത്തി നന്മ നിറഞ്ഞതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നിസ്സാര തെറ്റ് പറ്റിയാൽ പോലും അതിൽ പശ്ചാത്തപിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ആത്യന്തിക വിജയത്തിലേക്കുള്ള വഴി. ശാശ്വതമായ സുഖവും ശാന്തിയും അതിലൂടെ ലഭിക്കൂ.
വളരെ ശ്രേഷ്ഠങ്ങളായ ഈ അധ്യായങ്ങൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ധർമ്മം മുതൽ ഇന്ന് വായിച്ച നാളെ തുടങ്ങേണ്ടുന്ന ശാന്തിപദം എന്ന അധ്യായം വരെയുള്ള ഭാഗം 4 അധ്യായങ്ങളാണ് അമ്മയുടെ മഹത്വചനങ്ങൾ നമ്മൾ വായിച്ചത്. ഒരധ്യായമാണ് പൂർണ്ണാമൃതാനന്ദ പരിസ്വാമിജി എഴുതിയതും വായിച്ചത്. അങ്ങനെ 5 അധ്യായങ്ങൾ നമുക്കിന്നൊരു നിധി പോലെ സൂക്ഷിച്ചു വയ്ക്കാനും ഒരു വിധി പോലെ, ഒരു അനുഗ്രഹം പോലെ, ഒരു യോഗം പോലെ, ഒരു കർമ്മം പോലെ ഇതാണ് ഇന്നത്തെ എൻ്റെ വിധി എന്ന് ഓരോരുത്തർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന മഹത്തരങ്ങളായ ദർശനങ്ങളാണ് പൂർണ്ണാമൃതാനന്ദ പരിസ്വാമിജി തൃപ്പാദങ്ങളും അമ്മയുടെ ഈ മഹത്തായ ഗ്രന്ഥത്തിലൂടെ നമ്മളും മനസ്സിലാക്കിയത്. അതിന് എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ ഗുരുജനങ്ങളുടെയും എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും കുടുംബങ്ങളിൽ ശാശ്വതമായ ശാന്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഗുരുവിനെക്കുറിച്ച് അറിയുക, ഗുരു എഴുതിയത് അറിയുക, ഗുരുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ നല്ലതാണെങ്കിൽ കേൾക്കുക, അല്ലാത്തത് അനുഭവം വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് അവരോട് പറയുക. അമ്മയ്ക്കും അച്ഛനും ഗുരുവിനും ഒരേ സ്ഥാനം കൊടുത്ത മണ്ണാണിത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അതും കഴിഞ്ഞ് ഈശ്വരീയ ധർമ്മത്തിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയമെടുത്ത് +2 കഴിഞ്ഞ് പഠിക്കുന്നത് പോലെ ഈ മാർഗങ്ങളിലും സഞ്ചരിക്കുന്നവർക്ക് അത് സാധിക്കും. അതിന് ഗുരുത്വം വേണം. ഈ കാലഘട്ടത്തിൽ അമ്മ ജീവിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. വിദേശത്തു നിന്ന് ധാരാളം ആളുകൾ എത്തി പ്രാർത്ഥിക്കുന്നത് അവർക്ക് അനുഭവമുള്ളത് കൊണ്ടാണ്. അവരെ വിദേശികൾ ആ കാര്യത്തിൽ മിടുക്കന്മാരാണ്. ഒരേ അനുഭവത്തെ കേരളീയരെ പോലെ മറച്ചു വെക്കില്ല. അത് അമ്മയുടെ മഹത്വം എന്ന് വിളിച്ചോതും. ഹിന്ദുക്കൾ ഇതെല്ലാം അനുഭവിച്ച് അത് തങ്ങളുടേതാക്കി സൂക്ഷിച്ച് വേറെ ആരോടും പറയില്ല. അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും ഒത്തുചേരാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും അമ്മയും ഗുരു പരമ്പരയും 33 കോടി ദേവതകളും ദേവയക്ഷ കിന്നര ഗന്ധർവ വിദ്യാധര കിംപുരുഷന്മാരും നവഗ്രഹങ്ങളും ദേശദേവതകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാഗവത കുടുംബത്തിലെ അംഗങ്ങളായ എല്ലാവരും എത്തിച്ചേർന്നു. അതിലങ്ങേയറ്റം സന്തോഷമുണ്ട്. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേരാം. അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തനും എല്ലാം അമ്മയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന തൃശ്ശൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡിവിജ് എത്തിച്ചേർന്നു. അതുപോലെ ഭാഗവത കുടുംബത്തിലെ സ്വപ്നയും ജയശ്രീ ടീച്ചറും ശ്യാമേട്ടനും അമ്മുവും പ്രസന്ന ടീച്ചറും മധുവേട്ടനും സ്വപ്ന കെ ദാസും അമൃതേശ്വരിയും അതുപോലെ തന്നെ പ്രസന്ന ടീച്ചറുടെ വീട്ടിലെ 2 കുട്ടികൾ, മകളും മകൻ്റെ ഭാര്യയും രശ്മിയും മാളവികയും കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രണവ വിദേശത്തിരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പോലീസിലെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിരമിച്ച സുരേഷ് കുമാർ സാറ്, ഇപ്പോഴും സർവീസിൽ തുടരുന്ന രാധാകൃഷ്ണൻ വാസേൻ സാറ്, ബിന്ദു ചേച്ചി, എല്ലാവരുടെയും സാന്നിധ്യത്തിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് ശ്രീ ഗോപകുമാർ, അതുപോലെ ലീന സായി, എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഒരു ഗുരുവിൻ്റെ ചരിതം, അതും ഇന്നക്കാലത്ത് നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ചരിതവും ആ അമ്മ പറഞ്ഞ നല്ല വാക്കുകൾ എത്ര ഇഷ്ടമാണ്. വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയാണ്. അപ്പോൾ ആ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിനെ നല്ല ഒരു തരംഗം സൃഷ്ടിച്ചു. അതാണ് ഐശ്വര്യം. സുബ്രഹ്മണ്യൻ PB, അദ്ദേഹത്തിനും നമസ്കാരം. അതാണ് ഐശ്വര്യം. നമുക്ക് വേറെങ്ങും വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത ഒരു മഹാതത്വത്തെ അമ്മയുടെ ലേഖനങ്ങളിലൂടെ, അമ്മയെക്കുറിച്ച് പൂർണ്ണാമൃതാനന്ദ പരിസ്വാമിജി എഴുതിയ ലേഖനങ്ങളിലൂടെ അമ്മയുടെ മഹത്വത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈശ്വര അനുഗ്രഹവും ചൈതന്യവും കർമ്മശുദ്ധിയും വചോശുദ്ധിയും ചിന്താശുദ്ധിയുമാണ്. അത് എല്ലാവർക്കും ലഭിക്കുവാൻ അമ്മയുടെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാവട്ടെ. അതുപോലെ അതിലും 2 ലൈവിനും ഒരുമിച്ചിരുന്നു. നാളെയും ഇരിക്കണം. കുട്ടികളുടെയൊക്കെ പ്രായത്തിൽ ഈ കാര്യം കേൾക്കുക എന്നത് നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ ആദിത്യനും വിഷ്ണു നയന ചേച്ചിയും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ തീർച്ചയായും ആ ഐശ്വര്യവും സമാധാനവും ഒക്കെ പരന്നൊഴുകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ചടങ്ങ് നാമം ജപിച്ച് അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു മാ ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്ഗമയ, തപസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ ശ്രീലക്ഷ്മീനാരായണ സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 അമ്മ മാതാമൃതാനന്ദമയി ദേവി തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയൂർ പൊന്നു തിരുമേനി തൃപാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം മുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമദായ പൂർണ്ണം ഏവം അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.